ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുള്ളത്, നമ്മളൊരു ചെറുതായിട്ടൊരു മേക്ക് ഓവർ ഒരു ഷൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ സെറ്റാക്കിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ചെറുതായിട്ടിട്ട് മേക്കപ്പൊക്കെ എന്താ പറയുക, ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തെറ്റ് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. സെൻവ ഒരു ഹായ് പറയും. ഹായ്. ഇനി മുതൽ സെൻവൻ്റെ വീഡിയോയിൽ ഞാനും ഉണ്ട് ഗൈസ്. യെസ് ഗൈസ്, ഞാനാണ് ചെയ്യുന്നത്, സെൻവല്ല. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. അപ്പം നമ്മൾ മേക്കപ്പ് ഇട്ട് സ്റ്റാർട്ടാക്കിയിരിക്കണം. ആദ്യം ഒരു വെറ്റ് വൈപ്പ് എടുത്ത് നമ്മൾ ഫേസ് നന്നായി വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. നന്നായി ക്ലീൻ ചെയ്യാം. ഫേസ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യാണ്. നന്നായി ഫേസിൽ അബ്സോർബ് ആവുന്ന രീതിയിൽ ടോണർ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോയ്സ്ചറൈസർ കൊടുക്കാൻ പോവാണ്. ഇതാണ് മോയ്സ്ചറൈസർ. കുഞ്ഞു മുടീസുള്ള കാരണം ടാസ്ക്കാണ്. നമ്മുടെ ഫേസിലും അതേപോലെ നെക്കിലൊക്കെ നമ്മൾ നന്നായി മോയ്സ്ചറൈസർ തേച്ച് പിടിപ്പിക്കണം. മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൈമറാണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ ഫേസിൽ, എന്നിട്ട് നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. അങ്ങനെ പ്രൈമർ എടുത്ത് 2 ചീക്കിൻ്റെ ഏരിയയിൽ, അതേപോലെ നമ്മുടെ നോസിൻ്റെ താഴെ, അതുപോലെ നമ്മൾ പെട്ടെന്ന് വിയർക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്ക് നല്ല തിക്ക് ഐബ്രോ ഉള്ള കാരണം നമുക്ക് ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നും അധികമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഐബ്രോസും ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് നന്നായി ഐബ്രോസ് ഉണ്ട്, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഐബ്രോസ് നമ്മൾ ഇവിടെ കൺസീൽ ചെയ്ത് ലൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി കളർ കറക്റ്റർ കൊടുക്കാം. ബ്ലാക്ക് മാർക്കുള്ളിടത്തൊക്കെ നമുക്ക് കളർ കറക്റ്റർ കൊടുക്കാം. അപ്പോൾ നമ്മൾ കളർ കറക്റ്റ് ചെയ്ത്, ഇവിടെ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്, ഇതിൽ ഒരു മഞ്ഞ ഷെയ്ഡ് പോലെ കാണുന്നത്, പക്ഷേ ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ടായിരുന്നു. കൊടുത്ത് കളറൊക്കെ കൊടുത്ത് ലിപ്പിൻ്റെ ഏരിയയിലൊക്കെ കൊടുത്ത് ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്തിട്ട് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഫൗണ്ടേഷനാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഒരു ഷെയ്ഡ് എനിക്ക് ഡാർക്കും ഒന്ന് ലൈറ്റും ആണ്. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എൻ്റെ ഷെയ്ഡിന് ഏകദേശം ഓക്കെ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മസ്റ്റായിട്ട് ബ്ലെൻഡിങ് ആണ് ആവശ്യം, എന്നാൽ നമ്മുടെ മേക്കപ്പ് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് കണ്ട എൻ്റെ മുഖം എല്ലാവരും എൻ്റെ ഫേസ് നോക്കാം. നന്നായി ബ്ലെൻഡ് നന്നായി ബ്ലെൻഡ് കൊടുത്തോണ്ടാണ് നല്ല ഒരു ഫിനിഷിങ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഐ ഷാഡോ കൊടുക്കാം. നമ്മളൊരു സിമ്പിൾ ഐ മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സിമ്പിൾ ഐ ഷാഡോ നമുക്ക് കൊടുക്കാം. നമുക്ക് ഐ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഐ ലൈൻ ചെയ്ത് കൊടുക്കാണ്. ഐ ഷാഡോൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ടൊരു ഗ്ലിറ്റർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിട്ട അതേ ഐ ഷാഡോൻ്റെ അതേ ഷെയ്ഡുള്ള ഗ്ലിറ്ററാണ് ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഐലൈനറും സെറ്റാക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ മേക്കപ്പ് ഏകദേശമൊക്കെ ഫിനിഷായി. നമുക്ക് ബ്ലഷ് ജസ്റ്റ് ചെറുതായിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്പ് ഒന്ന് സെറ്റാക്കണം. ആദ്യം നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഒരു അടിപൊളി ഷെയ്ഡാണ്. അപ്പം നമുക്കിനി ഹെയർ സ്റ്റൈല് സെറ്റാക്കണം. ഞാൻ ഹെയർ സ്റ്റൈൽ സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങും മേക്കപ്പും കോസ്റ്റ്യൂമും അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു ധാവണിയാണ്. അപ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഒരു എന്താ പറയുക, ധാവണി ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഷോർട്ട് വീഡിയോ നമുക്ക് കാണാം അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ ഫൈനൽ ലുക്കൊക്കെ എല്ലാവരും കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ്.
പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ഷൂട്ട് ഓണത്തിൻ്റെ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് എടുക്കാനൊരു പൂതിയായപ്പോൾ എടുത്ത്. ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ? ഇതിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് വിയർത്ത് വന്ന് നിൽക്കുകയാണ്. കുട്ടി കുറേ ഒലിച്ചു പോയിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ മേക്ക് ഓവർ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.